ശ്രീ മാമുക്കോയും ശ്രീ കൊച്ചു പ്രേമനുമാണ് ഇന്ന് കലോത്സവത്തിന്റെ കലാമത്സരങ്ങൾക്ക് തിരിതെളിയിക്കുന്നത്. 5 വേദികളിലാണ് 5 ദിവസങ്ങളായി മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. 87 ഇനങ്ങളിൽ 97 കോളേജുകളിൽ നിന്നായി 6000-ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി നഗർ എന്നാണ് ബിസോൺ കലോത്സവം നടക്കുന്ന വേദിക്ക് നാമകരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുന്നത് വേദി 2-ലാണ്. വേദി 2-ന് വേണു നാഗവള്ളി നഗർ എന്ന പേരാണ്. ഒപ്പം തന്നെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം വേദി 3-ൽ ശാന്താദേവി നഗർ നഴ്സിംഗ് കോളേജിലെ വേദി 3-ൽ ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസ്, മോഹിനിയാട്ടം, കേരള നടനം എന്നീ ഇനങ്ങൾ നടക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വേദി 2-ൽ തിരുവാതിരക്കളി, മാർഗം കളി, പരിചമുട്ടുകളി എന്നീ ഇനങ്ങളാണ് നടക്കുക. അല്പസമയത്തിനകം ബിസോൺ കലോത്സവത്തിന്റെ കലാമത്സരങ്ങൾക്ക് തിരിതെളിയും. വേദിയിൽ വിശിഷ്ടാതിഥികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 6000-ഓളം കലാപ്രതിഭകൾ 5 ദിവസങ്ങളായി നടക്കുന്ന യുവതയുടെ ഈ കലാമാമാങ്കത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വിവിധ കോളേജുകളിൽ നിന്നെത്തിയ നിരവധി കലാപ്രതിഭകളാണ് 5 ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ ആഘോഷ ലഹരിയിലായിക്കൊണ്ട് മുന്നേറുന്ന ബിസോൺ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ബിസോൺ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ശ്രീ ലോകമറിയാൻ www.കലോത്സവത്തിന്റെ കലാമത്സരങ്ങൾക്ക് തിരിതെളിയിക്കുന്നത്. 5 വേദികളിലാണ് 5 ദിവസങ്ങളായി മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. 87 ഇനങ്ങളിൽ 97 കോളേജുകളിൽ നിന്നായി 6000-ഓളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി നഗർ എന്നാണ് ബിസോൺ കലോത്സവം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കുന്ന നാമകരണം നടത്തിയിട്ടുള്ളതിനു ശേഷം തിരിച്ചു വരാം. ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ തിരിതെളിയും. 6000-ഓളം കലാപ്രതിഭകൾ 5 ദിവസങ്ങളായി നടക്കുന്ന യുവതയുടെ ഈ കലാമാമാങ്കത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വിവിധ കോളേജുകളിൽ നിന്നെത്തിയ നിരവധി കലാപ്രതിഭകളാണ് 5 ദിവസങ്ങളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ ആഘോഷ ലഹരിയിലായിക്കൊണ്ട് മുന്നേറുന്ന ബിസോൺ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ബിസോൺ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ ശ്രീ ലോകമറിയാൻ www.കലോത്സവത്തിന്റെ കലാമത്സരങ്ങൾക്ക് തിരിതെളിയിക്കുന്നത്. 5 വേദികളിലാണ് 5 ദിവസങ്ങളായി മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. 87 ഇനങ്ങളിൽ 97 കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ, അതുപോലെ തന്നെ ഈ സ്വാഗത സംഘത്തിന്റെ ജോയിന്റ് കൺവീനറുമായിട്ടുള്ള ശ്രീ OM ഭരദ്വാജ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കൊക്കരണി സാർ, സീനത്ത് മാഡം, അസോസിയേറ്റ് പ്രൊഫസർ, ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കാലിക്കറ്റ്, ശ്രീ SK സജീഷ്, മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട
വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, അധ്യാപക അനധ്യാപകരെ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, കാലിക്കറ്റ് ബിസോൺ ആർട്ട് ഫെസ്റ്റ് 2010 ഇന്നിവിടെ തിരിതെളിയാൻ വേണ്ടി പോകുന്നത്. കോഴിക്കോട് സർവകലാശാലയുടെ സോണൽ കലോത്സവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കലോത്സവമാണ് ബിസോൺ കലോത്സവം. ആ കലോത്സവം ആദ്യമായിട്ടാണ് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുമായിട്ട് നടക്കുന്നത്. 5 ദിവസങ്ങളിലായി 5 സ്റ്റേജുകളിലായി ഏകദേശം 6000-ഓളം പ്രതിഭകൾ മാറ്റിവെക്കുന്ന ഈ കലോത്സവം യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന സോണൽ കലോത്സവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കലോത്സവമാണ്. ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ സംഘാടനത്തിനും പിറകിലും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു വിദ്യാർത്ഥി യൂണിയനാണ്. ആ വിദ്യാർത്ഥി യൂണിയന്റെ കീഴിലുള്ള ഒരു സംഘാടക സമിതിയാണ് ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും വിദ്യാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളുകളാണെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ആളുകളോടുള്ള ഞങ്ങളുടെ എളിയ മറുപടിയാണ് ഇത്തരത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന വളരെ ജനാധിപത്യപരമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ. സ്കൂൾ കലോത്സവങ്ങൾ ഉൾപ്പെടെ അപ്പീലുകളുടെ പ്രളയത്തിൽ എല്ലാം തന്നെ മുങ്ങിപ്പോകുന്ന ഒരു പരാതിക്കോ അതുപോലെ തന്നെ ഒരു പരിഭവത്തിനോ ഇടകൊടുക്കാതെയാണ് നമ്മുടെ കലോത്സവം അവസാനിക്കാറുള്ളത്. ഞാനെന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ കലോത്സവം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങളായ ശ്രീ മാവുക്കയെയും അതുപോലെ തന്നെ ശ്രീ കൊച്ചുപുറവയെയും ആദ്യമായി ഞാൻ ഈ സോൺ സംഘാടന സമിതിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലെ മുഖ്യാതിഥി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സി രവീന്ദ്രൻ സ്വാമി ഏറെ ബഹുമാനപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ വത്സാഖ്യ പണിക്കർ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അഷ്റഫ് ഡോക്ടർ സാറി ഈ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സംഘാടന സമിതിയുടെ ജോയിന്റ് കൺവീനറും കോഴിക്കോട് കോർപ്പറേഷന്റെ കൌൺസിലറുമായ ശ്രീ ഭരദ്വാജിനെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചെയർമാൻ അദ്ദേഹത്തിന് ഏറെ സ്നേഹപൂർവ്വം ഈ പരിപാടി ഏറെ സ്വാഗതം ചെയർമാൻ അസോസിയേറ്റ് പ്രൊഫസർ ശ്രീ CR KP വളർന്നെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹവും ആദരവും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ SK സതീഷ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ അദ്ദേഹത്തെയും ഈ സ്വാഗത ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏറെ സ്നേഹവും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീ മുനീർ കൺവീനർ ഓർഗനൈസിംഗ് കമ്മിറ്റി അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹവും ഈ ചടങ്ങിൽ നന്ദി പറയുന്ന ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ ശ്രീ ഷംസീർ അമിറ്റി ഏറെ സ്നേഹവും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു. The chairman of the nursing college on the line. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ വി വാസുദേവൻ അധ്യക്ഷത വഹിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിച്ചു.
സ്വാഭാവികമായി